യിരെമ്യാവ് 32-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹൂദ രാജാവായ സിദെക്കീയാവിന്റെ 10-ാം ആണ്ടിൽ, നെബൂഖദ്നേസരിന്റെ 18-ാം ആണ്ടിൽ തന്നെ യഹോവയിങ്കൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്. അന്ന് ബാബേൽ രാജാവിന്റെ സൈന്യം യെരൂശലേമിനെ നിരോധിച്ചിരുന്നു. യിരെമ്യാ പ്രവാചകനോ യഹൂദ രാജാവിന്റെ അരമനയുടെ കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു. ഞാൻ ഈ നഗരത്തെ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും, അവൻ അതിനെ പിടിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്നും, യഹൂദ രാജാവായ സിദെക്കീയാവ് കൽദയരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോകാതെ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവൻ ഇവനുമായി വായോട് വായി സംസാരിക്കുകയും കണ്ണോട് കണ്ണ് കാണുകയും ചെയ്യും. അവൻ സിദെക്കീയാവെ ബാബേലിലേക്ക് കൊണ്ടുപോകും. ഞാൻ അവനെ സന്ദർശിക്കും വരെ അവൻ അവിടെ ഇരിക്കും. നിങ്ങൾ കൽദയരോട് യുദ്ധം ചെയ്താലും നിങ്ങൾക്ക് സാധ്യം ഉണ്ടാകുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് എന്നും നീ പ്രവചിപ്പാൻ എന്ത് എന്ന് പറഞ്ഞ് യഹൂദ രാജാവായ സിദെക്കീയാവ് അവനെ അവിടെ അടച്ചിരുന്നു. യിരെമ്യാവ് പറഞ്ഞത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, നിന്റെ ഇളയപ്പനായ ശല്ലൂമിന്റെ മകൻ ഹനമേയേൽ നിന്റെ അടുക്കൽ വന്നു, അനാഥോത്തിലെ എന്റെ നിലം മേടിച്ചുകൊള്ളുക, അത് മേടിപ്പാൻ തക്കവണ്ണം വീണ്ടെടുപ്പിന്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറയും. യഹോവ അരുളിച്ചെയ്തതുപോലെ എന്റെ ഇളയപ്പന്റെ മകൻ ഹനമേയേൽ കാവൽപ്പുരമുറ്റത്ത് എന്റെ അടുക്കൽ വന്നു, ബെന്യാമീൻ ദേശത്തു അനാഥോത്തിലെ എന്റെ നിലം മേടിക്കണമേ, അവകാശം നിനക്കുള്ളതല്ലോ, വീണ്ടെടുപ്പ് നിനക്കുള്ളത്, നീ അത് മേടിച്ചുകൊള്ളണം എന്ന് എന്നോട് പറഞ്ഞു. അത് യഹോവയുടെ അരുളപ്പാട് എന്ന് ഞാൻ ഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഇളയപ്പന്റെ മകൻ ഹനമേയേലിനോട് അനാഥോത്തിലെ നിലം മേടിച്ചു വില 17 ശേക്കെൽ വെള്ളി തൂക്കിക്കൊടുത്തു. ആധാരമെഴുതി മുദ്രയിട്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിച്ച ശേഷം ഞാൻ പണം അവനു തുലാസിൽ തൂക്കിക്കൊടുത്തു. ഇങ്ങനെ ന്യായവും പതിവും അനുസരിച്ച് മുദ്രയിട്ടിരുന്നതും തുറന്നിരുന്നതുമായ ആധാരങ്ങൾ ഞാൻ വാങ്ങി. ഇളയപ്പന്റെ മകനായ ഹനമേയേലും ആധാരത്തിൽ ഒപ്പിട്ടിരുന്ന സാക്ഷികളും കാവൽപ്പുരമുറ്റത്ത് ഇരുന്നിരുന്ന യഹൂദന്മാരൊക്കെയും കാൺകെ ആധാരം മഹസേയാവിന്റെ മകനായ നെരിയാവിന്റെ മകൻ ബാരൂക്കിന്റെ പക്കൽ കൊടുത്തു. അവർ കേൾക്കെ ഞാൻ ബാരൂക്കിനോട് കൽപ്പിച്ചതെന്നാൽ, യിസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മുദ്രയിട്ടിരിക്കുന്നതും തുറന്നിരിക്കുന്നതുമായ ഈ ആധാരങ്ങളെ മേടിച്ചു അവ ഏറിയ കാലം നിൽപ്പാൻ തക്കവണ്ണം ഒരു മൺപാത്രത്തിൽ വെക്കുക. ഇനിയും ദേശത്ത് വീടും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യും എന്ന് യിസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അങ്ങനെ ആധാരം നെരിയാവിന്റെ മകനായ ബാരൂക്കിന്റെ പക്കൽ ഏൽപ്പിച്ച ശേഷം ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചത് എന്തെന്നാൽ, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായതൊന്നുമില്ല. നീ 1000 തലമുറയോളം ദയ കാണിക്കുകയും പിതാക്കന്മാരുടെ അകൃത്യത്തിനു അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. മഹത്വവും വല്ലഭത്വവുമുള്ള ദൈവമേ, സൈന്യങ്ങളുടെ യഹോവ എന്നല്ലോ നിന്റെ നാമം. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടിവെക്കുന്നു. നീ മിസ്രയീം ദേശത്ത് ഇന്നുവരെയും ഇസ്രായേലിലും മറ്റു മനുഷ്യരുടെ ഇടയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു ഇന്നുള്ളതുപോലെ നിനക്ക് ഒരു നാമം സമ്പാദിക്കുകയും നിന്റെ ജനമായ ഇസ്രായേലിനെ അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മഹാഭീതി കൊണ്ടും മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവരികയും അവരുടെ പിതാക്കന്മാർക്ക് കൊടുപ്പാൻ നീ അവരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ഈ ദേശത്തെ അവർക്ക് കൊടുക്കുകയും ചെയ്തു. അവർ അതിൽ കടന്നു അതിനെ കൈവശമാക്കിയെങ്കിലും അവർ നിന്റെ വാക്കനുസരിക്കുകയോ നിന്റെ ന്യായപ്രമാണം പോലെ നടക്കുകയോ ചെയ്തില്ല. ചെയ്യുവാൻ നീ അവരോട് കൽപ്പിച്ചതൊന്നും അവർ ചെയ്തില്ല. അതുകൊണ്ട് ഈ അനർത്ഥമൊക്കെയും നീ അവർക്ക് വരുത്തിയിരിക്കുന്നു. ഇതാ വാടകൾ നഗരത്തെ പിടിക്കേണ്ടതിനു അടുത്തിരിക്കുന്നു. വാളും ക്ഷാമവും മഹാമാരിയും ഹേതുവായി ഈ നഗരം അതിനു നേരെ യുദ്ധം ചെയ്യുന്ന കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നീ അരുളിച്ചെയ്തത് സംഭവിച്ചിരിക്കുന്നു. നീ അത് കാണുന്നുവല്ലോ. യഹോവയായ കർത്താവേ, നഗരം കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ നിലം വിലയ്ക്കു മേടിച്ചു അതിന് സാക്ഷികളെ വെക്കുവാൻ നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായതെന്നാൽ, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ നഗരത്തെ കൽദയരുടെ കയ്യിലും ബാബേൽ രാജാവായ നെബൂഖദ്നേസരിന്റെ കയ്യിലും ഏൽപ്പിക്കും.
അവൻ അതിനെ പിടിക്കും. ഈ നഗരത്തിൽ നേരെ യുദ്ധം ചെയ്യുന്ന കൽദയർ കടന്നു നഗരത്തിന് തീവെച്ചു അതിനെ എന്നെ കോപിപ്പിക്കേണ്ടതിനു മേൽപ്പുരകളിൽ വെച്ച് ബാലിന് ധൂപം കാട്ടി അന്യദേവന്മാർക്ക് പാനീയബലി പകർന്നിരിക്കുന്ന വീടുകളോടുകൂടെ ചുട്ടുകളയും. ഇസ്രയേൽ മക്കളും യഹൂദാ മക്കളും ബാല്യം മുതൽ എനിക്ക് അനിഷ്ടമായുള്ളത് മാത്രം ചെയ്തു വന്നു. ഇസ്രയേൽ മക്കൾ തങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ടും എന്നെ കോപിപ്പിച്ചതേയുള്ളൂ എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ ഈ നഗരത്തെ പണിത നാൾ മുതൽ ഇന്നുവരെയും ഞാൻ അതിനെ എന്റെ മുമ്പിൽ നിന്നും നീക്കിക്കളയത്തക്കവണ്ണം അത് എനിക്ക് കോപവും ക്രോധവും വരുത്തിയിരിക്കുന്നു. എന്നെ കോപിപ്പിക്കേണ്ടതിന് ഇസ്രയേൽ മക്കളും യഹൂദാ മക്കളും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും യഹൂദാ പുരുഷന്മാരും യെരൂശലേം നിവാസികളും ചെയ്ത സകല ദോഷവും നിമിത്തം തന്നെ അവർ മുഖമല്ല പുറമത്രേ എങ്കിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഞാൻ ഇടപെടാതെ അവരെ ഉപദേശിച്ച് പഠിപ്പിച്ചിട്ടും ഉപദേശം കൈക്കൊള്ളുവാൻ അവർ മനസ്സുവെച്ചില്ല. എന്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം അവർ അതിൽ മ്ലേച്ഛവിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു. മോലേക്കിന് തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദഹിപ്പിക്കേണ്ടതിന് അവർ ബെൻഹിന്നോം താഴ്വരയിൽ ബാലിന്റെ പൂജാഗിരികളെ പണിതു. ഈ മ്ലേച്ഛതകളെ പ്രവർത്തിച്ചു. യഹൂദയെക്കൊണ്ട് പാപം ചെയ്യിപ്പാൻ ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ല. എന്റെ മനസ്സിൽ അത് തോന്നിയിട്ടുമില്ല. ഇപ്പോൾ വാൾ, ക്ഷാമം, മഹാമാരി എന്നിവയാൽ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ നഗരത്തെക്കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. എന്റെ കോപത്തിലും ക്രോധത്തിലും മഹാരോഷത്തിലും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്ന് ഞാൻ അവരെ ശേഖരിക്കും. ഞാൻ അവരെ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തി അതിൽ നിർഭയമായി വസിക്കുമാറാക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏകമനസ്സും ഏകമാർഗവും കൊടുക്കും. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുമെന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. ഞാൻ അവരെ സന്തോഷിച്ചു അവർക്ക് ഗുണം ചെയ്യും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവരെ ഈ ദേശത്ത് നടും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഞാൻ ഈ ജനത്തിനു ഈ വലിയ അനർത്ഥമൊക്കെയും വരുത്തിയതുപോലെ തന്നെ ഞാൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും അവർക്ക് വരുത്തും. മനുഷ്യനും മൃഗവും ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു, കൽദയരുടെ കൈയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് അവർ നിലങ്ങളെ വിലയ്ക്ക് മേടിക്കും. ഞാൻ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുന്നതുകൊണ്ട് ബെന്യാമീൻ ദേശത്തും യെരൂശലേമിനും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും യഹൂദാ പട്ടണങ്ങളിലും മലനാട്ടിലെ പട്ടണങ്ങളിലും താഴ്വീതിയിലെ പട്ടണങ്ങളിലും തെക്കേ പട്ടണങ്ങളിലും ആളുകൾ നിലങ്ങളെ വിലയ്ക്ക് മേടിച്ചു ആധാരങ്ങൾ എഴുതി മുദ്രയിട്ട് സാക്ഷികളെയും വെക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്.